അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഓട്സ്, അതായത് ഈ ഓട്സ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു അടിപൊളി ഒരു ഉപ്പുമാവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുന്നത് വെയിറ്റ് ലോസിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചീനച്ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യണം. എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഒരു 3-4 മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഇത് ഓട്സ് എടുക്കണം. അപ്പൊ ഒന്ന് നല്ലതായിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴേ നമ്മുടെ ഓട്സ് നന്നായിട്ട് റോസ്റ്റ് ആയി നല്ല റെഡിയായി വന്നിട്ടുണ്ട് സംഭവം. അതിന്റെ ഒരു മൂത്ത മണം വരുമ്പോഴത്തേനും നമുക്ക് ഈ കോരി എടുക്കാവേ. അതെ, ഒരുപാട് നേരം കിടന്നിട്ടുണ്ട്, കരിഞ്ഞു. അപ്പൊ അതിനുണ്ട് നമുക്കിത് കോരി മാറ്റാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് കുറച്ച് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നമ്മുടെ എന്നാ പറയുന്ന നമ്മുടെ ഉള്ളി, സവോള, ഏകദേശം ഒരു ഒത്തിരി ഒരു മീഡിയം സൈസിന്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇഞ്ചി അത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, 1-2 പച്ചമുളക്, നല്ല എരിയുള്ള സാധനം കേട്ടോ. പിന്നെ കറിവേപ്പില. പിന്നെ നമ്മൾ ഈ എടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ടൊമാറ്റോ കേട്ടോ. അപ്പൊ അത് ബേബി ടൊമാറ്റോ ഓപ്ഷനാണ്. നമുക്ക് സാധാരണ ടൊമാറ്റോ ഇട്ടാൽ മതി. ഇപ്പൊ ടൊമാറ്റോ ഇല്ലേലും ഒരു കുഴപ്പമില്ല. ഇതിപ്പോ നമുക്ക് ഇന്ന് കിട്ടിയപ്പോഴത്തേക്ക് നമ്മളൊരു കൗതുകത്തിന് നമ്മൾ ഈ സംഭവം എടുക്കുന്നുണ്ട്. അപ്പൊ അതുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ പച്ച കപ്പലണ്ടി. അപ്പൊ അതിന്റെ തൊലിയൊന്നും നമ്മൾ കളയുന്നില്ല. കരിയുടെ തൊലിയൊന്നും നമ്മൾ കളയണ്ട. കാര്യം ഈ തൊലിക്കകത്തൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ. അതെ, അതുകൊണ്ട് നമ്മൾ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളിത് ഓട്സ് എല്ലാം വറുത്തത് കോരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചീനച്ചട്ടി ചീനച്ചട്ടിയിലേക്ക് തന്നെ സ്വല്പം എണ്ണ, അധികം എണ്ണ വേണ്ട. കാര്യം നമുക്കിത് എണ്ണ കുറച്ച് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. ഈ സാധനമൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാനുള്ള മാത്രം മതി. അപ്പൊ ഇനി നമുക്ക് അതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ ഓൾറെഡി നമ്മുടെ ചട്ടിക്ക് ചൂടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇടാനായിട്ട് 2 വറ്റൽമുളക് കൂടെ. നമ്മള് പച്ചമുളക് എടുത്തിട്ടുണ്ട്, എന്നാലും ഒരു വറ്റൽമുളകും ഇട്ടാണല്ലോ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ കടുക് നമ്മളെ പൊട്ടി വരുന്നുണ്ട്. വറ്റൽമുളക് കൂടെ എരിവിന്റെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മള് കൂടുതൽ എരിവൊക്കെ കഴിക്കുവാണെങ്കിൽ കൂടുതൽ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പലിന്റെ കൂടെ ഇട്ടൊന്ന് ഇനി അടുത്ത സംഭവം നമ്മുടെ കപ്പലിന്റെ, കാരണം അതിന് ഇച്ചിരി സമയം എടുക്കുമായി വരാനായിട്ട്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കപ്പലിന്റെയാണ് കേട്ടോ. ചെറിയ തീ മതി കേട്ടോ, ഒരുപാട് തീയുടെ ഉള്ളത്. ഇപ്പോഴേ നമ്മുടെ കപ്പലിന്റെ നല്ല മൂത്ത് റെഡിയായി സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കാവേ. ചെറുതായിട്ട് മുറിച്ച ഇഞ്ചിയാണ്, കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. അന്നേരം ഉണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് ഇളക്കി വേണം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നമ്മളെ നമ്മുടെ വറ്റൽമുളക് എടുത്ത് കരയെ വെച്ചേക്കോണേ, കരിഞ്ഞു പോലെ ഇത്. ഇഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്ത സാധനം ഇട്ട് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്കിതൊന്ന് ഇളക്കി നമുക്കൊന്ന് എന്താ പറയുന്നത് ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ, അത്രയ്ക്കൊന്നും നമുക്ക് വേണ്ട, മീഡിയം മതി. നമ്മളിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്രയും എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. ആവശ്യമനുസരിച്ച് നമുക്ക് കൂട്ട് കുറയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വറ്റൽമുളകിന് അത്യാവശ്യം എരിവുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിനേക്കാളൊക്കെ കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടെ ഹെൽത്തി ആയിരിക്കും, കൂടുതൽ സ്പൈസിയും ആയിരിക്കും. അപ്പൊ ഉള്ളി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. പച്ചമുളക് നമ്മള് 2 എണ്ണത്തിന്റെ പച്ചമുളക് ഇടുന്നത്. നല്ല എരിയാണ്. അപ്പൊ ഇനി നമ്മുടെ കുഞ്ഞൻ പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ അല്ല, ടൊമാറ്റോസ്, തക്കാളി. അപ്പൊ അത് കണ്ടല്ലോ നമ്മള് മുറിച്ചിട്ടും ഒന്നുമില്ല കേട്ടോ.
മുറിക്കാനൊന്നും ഇല്ല, കുഞ്ഞു വലിയ സാധനമാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ സാധനം. സാലഡിന്റെ അതൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല. അതെ. പക്ഷെ ഇത് എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇത് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, ബേബി ടൊമാറ്റോ. ഇനി നമ്മുടെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തു. അപ്പൊ ഇനി അതിന്റെ കൂട്ടത്തില് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. റെഡി ആയിട്ടുണ്ട് സംഭവം. ഇനി ഒരു സ്വല്പം പണി കൂടെ ഉണ്ട്. എളുപ്പമാണ് ഈ സംഭവം ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മളെ എല്ലാ സംഭവം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സ്വല്പം വെള്ളം അപ്പൊ ഇനി ഒന്ന് തീ നന്നായിട്ട് കൂട്ടി വെച്ചേക്കാം. ഇതൊന്ന് വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉപ്പും കൂടി കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ടുള്ള നമുക്കിനി ബാക്കി പരിപാടി ചേർക്കാൻ. അപ്പോഴേ നമ്മൾ ഈ കപ്പലണ്ടി ചേർത്തില്ലേ, അതിന് പകരം വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് വേണം ചേർക്കാൻ കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനം ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സംഭവം ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ എണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സംഭവം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. തിളച്ച് വരുന്നുണ്ട് സംഭവം. വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ചു കഴിഞ്ഞപ്പോ നമുക്കിനി നമ്മുടെ ഓട്സ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പൊ ഇതുണ്ടല്ലോ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു. ലോ ഫ്ലെയിം ആയിരിക്കണം, ഫ്ലെയിം ഒരിക്കലും കൂടി പോകരുത്, കാര്യം കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേ നമ്മൾ അടച്ചു വെച്ച നമ്മുടെ സംഭവത്തെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് സംഭവം. അപ്പൊ ഇത് ഒരുപാട് ഇളക്കണ്ട കേട്ടോ, ഇളക്കി കഴിഞ്ഞാൽ ഇത് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പൊ ഇനി നമുക്ക് ഒരു കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പ് അത്ര തേങ്ങ മാത്രം ചേർത്ത് കൊടുക്കാവേ. അപ്പൊ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി സെറ്റായി. അപ്പൊ ഇത് എന്തായാലും ഓട്സ് ഒക്കെ ഇപ്പൊ നമ്മളെല്ലാവരും വീടുകളിൽ വാങ്ങിക്കുന്നതാണ്. അപ്പൊ ഇതുപോലൊക്കെ ഉണ്ടാക്കുമായിരിക്കും എല്ലാവരും. എന്നാലും നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന രീതി നമ്മളൊന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ തക്കാളി, മറ്റേ ബേബി തക്കാളി ഒക്കെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളി ആയിരിക്കും. അല്ലേ, ഒരു കളറായിരിക്കും. അരിയം വേണ്ട. പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു എന്താ ഒരു അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും സാധനം. എല്ലാം കഴിഞ്ഞ പരിപാടി. അപ്പൊ എന്തായാലും കൊള്ളാം, എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. സംഭവം നമുക്ക് എന്താ പറയുന്നത്, കൂടുതൽ വെയിറ്റ് ഒക്കെ ഉള്ളവർക്ക് വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുമെന്നൊക്കെയാണ് നമ്മുടെ പഠനങ്ങളിലൂടെ ഈ ഓട്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരുടെയും ഇപ്പം നിത്യജീവിതത്തിൽ ഉൾപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഓട്സ്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താ പറയുക മറക്കരുത്. എന്നിട്ട് പിന്നെ ആ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മളുണ്ടല്ലോ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെന്താ, പിന്നെ നമ്മുടെ ഇതുപോലത്തെ പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അത്രയ്ക്കൊക്കെ ഉള്ളു. അപ്പൊ നമുക്ക് നല്ല അടിപൊളി വേറെ റെസിപ്പി ആയിട്ട് ഓട്സിന്റെ വേറെ റെസിപ്പികളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണം, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പൊ നമുക്ക് അടിപൊളി വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.